ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ഈശോ പറയുകയും, എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു, അല്ല അത് ഇപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അങ്ങനെയുള്ള ആരാധകരെയാണ് ദൈവം പിതാവ് അന്വേഷിക്കുന്നത് എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുകയും, ഈ ആത്മാവിലുള്ള സത്യത്തിലുള്ള ആരാധന, നമ്മുടെ ശരീരമെന്ന് പറയുന്നത് ഒന്നിനും പ്രയോജനപ്പെടുന്നില്ല. പിന്നെയോ ആത്മാവാണ് ജീവൻ നൽകുന്നത് എന്ന് ഈശോ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാമത്തെ വാക്യത്തിൽ നമ്മോട് പറഞ്ഞു. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഈ ശരീരമെന്ന് പറയുന്നത് നമ്മുടെ നിത്യതയെ സംബന്ധിക്കുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തിന് പ്രയോജനകരമാകുന്നില്ല. ശരീരത്തെ സംബന്ധിക്കുന്നതായ കാര്യങ്ങളും പ്രയോജനപ്പെടുന്നില്ല. പിന്നെയോ ആത്മീയമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയും മനോഭാവത്തോടും കൂടിയും ഈ ശരീരത്തെ പോലും പ്രയോജനപ്പെടുത്തണമെന്ന് ഈശോ നമ്മോട് പറയുകയും, ഈ ശരീരമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് എന്ന്, അഥവാ ആത്മാവിൻ്റെ ആലയം എന്ന നിലയിലാണ് ഈ ശരീരം നമുക്ക് ഈ ലോകത്തിൽ പ്രയോജനപ്പെടുന്നത് എന്ന് ഈ വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൻ്റെ 6-ാമത്തെ അധ്യായം 19-20 വാക്യങ്ങളിൽ നമ്മോട് പറയുകയും, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. വെച്ചാൽ ഈ ശരീരമെന്ന് പറയുന്നത് ആത്മാവിൻ്റെ ആലയമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ഈ ശരീരമെന്ന് പറയുന്നത് എൻ്റെ ആത്മാവിൻ്റെ, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആത്മാവിൻ്റെ ആലയമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയവും കൂടി. ഈ ശരീരമെന്ന് പറയുന്ന ഈ വാസഗേഹത്തിനുള്ളിലാണ് നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായി സ്വർഗീയമായ ഒരു സങ്കലനത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന ആത്മീയ സത്യം നാം ഇവിടെ മനസ്സിലാക്കുകയും, അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ നമ്മോട് പറയുന്നത് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ആരാധകരെയാണ് പിതാവ് യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവിനോട് ഐക്യപ്പെട്ട് എൻ്റെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കണമെന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരികയും, നമ്മളിൽ വസിക്കുന്ന ആത്മാവ്, നമ്മുടെ വ്യക്തിപരമായ ആത്മാവ് ദൈവദത്തമായ പരിശുദ്ധാത്മാവിനോട് ഐക്യം പ്രാപിച്ച് ഈ ശരീരത്തിൽ ഐക്യം പ്രാപിച്ച് ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവമാണ് യഥാർത്ഥ ആരാധകർ ആരാധിക്കുന്ന ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയെന്ന് നാം മനസ്സിലാക്കുകയും, സ്നേഹമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്
നമ്മുടെ ആത്മാവിലേക്ക് കടന്നു വരുന്നത് എപ്രകാരമാണ്? നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത് നാം ഈശോയോട് ഐക്യപ്പെടുമ്പോഴാണ്. കാരണം ഈശോയുടെ ആത്മാവായ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് കടന്നു വന്ന്, നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ ആത്മാവിനോട് സങ്കലനപ്പെടുന്നത് വിശുദ്ധ കുർബാനയിലൂടെ. വിശുദ്ധ കുർബാനയിൽ മാമോദീസ എന്ന കൂദാശയിലൂടെ നാം ഓരോരുത്തരും ഈശോയോട് ഐക്യപ്പെട്ടു. അത് ഈശോയുടെ ശരീരത്തിലെ ഒരു അവയവമായി മാറുവാൻ വേണ്ടിയാണ്. വ്യക്തമായിട്ട് വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ശ്ലീഹ നമ്മോട് പറഞ്ഞു, ഈശോയോട് ഐക്യപ്പെടാൻ വേണ്ടിയാണ് നാം ഓരോരുത്തരും മാമോദീസ സ്വീകരിച്ചത് എന്ന്. നാം ഓരോരുത്തരും മാമോദീസ സ്വീകരിച്ചത് ഈശോയോട് ഐക്യപ്പെടാൻ വേണ്ടിയാണ്. അത് എങ്ങനെയുള്ള ഒരു ഐക്യമാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളിൽ നമുക്ക് പറഞ്ഞു തന്നു. ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈശോയും. നമുക്ക് ഓരോരുത്തർക്കും ഒരു ശരീരമുണ്ട്. ആ ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്. ഈ പല അവയവങ്ങൾ ചേർന്ന് നാം ഒരു ശരീരമായി മാറിയിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ഈശോയും. ഈശോയ്ക്ക് ഒരു ശരീരമുണ്ട്. ആ ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്. നാം എല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ മാമോദീസ സ്വീകരിച്ചു. സ്നേഹമുള്ളവരെ, ഈ മാമോദീസായിലൂടെ നാം ഈശോയുടെ ആത്മാവിനോട് ഐക്യപ്പെടാൻ മാത്രം ഈശോയുടെ ശരീരത്തോടും ഐക്യപ്പെട്ടിരിക്കുകയും, ഈശോയുടെ ആത്മാവിനോട് നമ്മുടെ ആത്മാവ് ഐക്യപ്പെടാൻ തക്ക വിധം നമ്മുടെ ശരീരം ഈശോയുടെ ശരീരത്തോട് ഐക്യപ്പെടുന്നത് ഈ മാമോദീസായിലൂടെ നാം ഓരോരുത്തരും ഈശോയുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളായി മാറിയിരിക്കുകയും, ഇനി ഈ മാമോദീസായിലൂടെ നാം ഈശോയുടെ ശരീരത്തിലെ അവയവമായി മാറിയത് കൊണ്ടാണ് നമുക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കും. നമുക്കറിയാം, വിശുദ്ധ കുർബാന സ്വീകരണത്തെ ഇംഗ്ലീഷിൽ പറയുന്നത് ഹോളി കമ്മ്യൂണിയൻ എന്ന വിശുദ്ധമായ കൂട്ടായ്മ. എന്താ അതിൻ്റെ അർത്ഥം? ഈ മാമോദീസ എന്ന കൂദാശയിലൂടെ ഈശോയുടെ ശരീരമാകുന്ന കൂട്ടായ്മയുടെ ഭാഗമായി നാം മാറുമ്പോഴാണ് ആ കമ്മ്യൂണിയൻ സ്വീകരിക്കാൻ, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. മാമോദീസ എന്ന കൂദാശയിലൂടെ ഈശോയുടെ ഭൗതിക ശരീരത്തിലെ കൂട്ടായ്മയുടെ ഭാഗമല്ലാത്ത ഒരു വ്യക്തിക്കും വിശുദ്ധ കുർബാനയിൽ പങ്കുപറ്റുവാൻ സാധിക്കുകയില്ല. ഈ വിശുദ്ധ കുർബാനയിൽ നാം ഓരോരുത്തരും പങ്കുപറ്റുമ്പോൾ ഈശോയുടെ ആത്മാവിൽ നാം പങ്കുപറ്റുകയും, ഓരോ പ്രാവശ്യവും നാം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ആ വിശുദ്ധ കുർബാനയിലൂടെ ഈശോയുടെ ശരീരവും രക്തവും മാത്രമല്ല, ഈശോയുടെ പരിശുദ്ധാത്മാവും നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരികയും, നമ്മുടെ ശരീരത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്ന് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ആത്മാവിനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഐക്യപ്പെടുകയാ ഈ വിശുദ്ധ കുർബാന എന്ന കൂദാശയിൽ നാം പങ്കെടുക്കുമ്പോൾ. സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ നിന്ന് വിശുദ്ധ കുർബാനയെയോ വേർപെടുത്തി ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഈശോയുടെ കുരിശുമരണത്തിൻ്റെ അവസരത്തിൽ ഈശോയുടെ തിരുവിലാവിൽ കുത്തുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷത്തിൽ പടയാളികൾ ഒരാൾ ഈശോയുടെ തിരുവിലാവിൽ കുത്തുമ്പോൾ ആ തിരുവിലാവിൽ നിന്ന് ആദ്യം രക്തവും പിന്നെ ജലവും ഒഴുകി.
ഈ രക്തമെന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയുടെ പ്രതീകമാണ് എന്നും ഈ ജലമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് എന്നും തിരുസഭയുടെ സഭാപിതാക്കന്മാർ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന്, ഈശോയുടെ കുരിശൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ശിഷ്യൻ്റെ ഹൃദയത്തിലേക്ക് വിശുദ്ധ കുർബാനയും പരിശുദ്ധാത്മാവും, അതേ വിശുദ്ധ കുർബാനയിലൂടെ പരിശുദ്ധാത്മാവ് ആ വിശുദ്ധ കുർബാന നൽകുന്നത്, പരിശുദ്ധാത്മാവിനെ നൽകുന്നത് വിശുദ്ധ കുർബാനയിൽ. മാത്രമല്ല നമുക്കറിയാം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 10-ാമത്തെ അധ്യായത്തിൻ്റെ 30 മുതലുള്ള വാക്യങ്ങളിൽ നല്ല സമറിയാക്കാരൻ്റെ ഉപമ വിശദീകരിക്കുമ്പോൾ ഈ വഴിയരികിൽ വീണ കിടക്കുന്ന അർത്ഥപ്രാണനായ ആ മനുഷ്യൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്ന നല്ല സമറിയാക്കാരനായ ഈശോ വീഞ്ഞും വെള്ളവും ഒഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി. അവിടെ വീഞ്ഞെന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയുടെയും വീഞ്ഞും എണ്ണയും ഒഴിച്ച് ആ മുറിവുകൾ വെച്ച് കെട്ടി. ഈ വീഞ്ഞെന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയുടെയും എണ്ണയെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെയും പ്രതീകങ്ങളാണ്. വിശുദ്ധ കുർബാനയും പരിശുദ്ധാത്മാവും ചേർന്ന് ഓരോ മനുഷ്യ ജീവിതത്തെയും ക്രമാനുഗതമായി സൗഖ്യത്തിലേക്കും സമഗ്രമായ വളർച്ചയിലേക്കും നയിക്കുന്നതിൻ്റെ ഒരു പ്രബോധനം ആ ഉപമയിലൂടെ ഈശോ നമുക്ക് നൽകുകയും, എന്ന് പറഞ്ഞാൽ നാം ഓരോ പ്രാവശ്യവും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ആ വിശുദ്ധ കുർബാനയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് ഈശോയുടെ മുറിവിൽ നിന്ന് ഒഴുകിയ ആ പരിശുദ്ധാത്മാവ്, വിശുദ്ധ കുർബാനയിലൂടെ ഒഴുകിയിറങ്ങുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ വൈകാരികവും ആത്മീയവുമായ എല്ലാ മുറിവുകളെയും സുഖപ്പെടുത്തുന്ന, അത് തന്നെയാണ് നല്ല സമറിയാക്കാരൻ്റെ ഉപമയിലും നാം കണ്ടുമുട്ടുന്നത്. നമ്മുടെ ശരീരത്തിലും നമ്മുടെ ആത്മാവിലും നമ്മുടെ മനസ്സിലുമുള്ളതായ വൈകാരികവും ആത്മീയവുമായ എല്ലാ മുറിവുകളെയും എല്ലാ രോഗങ്ങളെയും സുഖപ്പെടുത്തി ക്രമാനുഗതമായി പരിപക്വതയുള്ള ക്രൈസ്തവ വ്യക്തിത്വങ്ങളാക്കി ഈ വിശുദ്ധ കുർബാന ഓരോ വ്യക്തിയെയും മാറ്റുന്നുണ്ട്. സ്നേഹമുള്ളവർ, ഈ വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ വൈകാരിക ശാരീരിക വ്യക്തിത്വങ്ങളെ ഈശോ ദൈവം സുഖപ്പെടുത്തുകയും വളർത്തുകയും ചെയ്യുകയും, അതുകൊണ്ട് തന്നെ യഥാർത്ഥ ആരാധകർ ആത്മാവില ആരാധിക്കുന്നത്. ഈ ആത്മീയമായ ആരാധനയ്ക്ക് വേദിയായി നമ്മുടെ ശരീരം മാറുകയും, ആത്മീയമായ ദൈവാരാധനയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ആത്മീയ അനുഭവമായി നമ്മുടെ ആത്മീയ ആരാധന പരിണമിക്കുന്നു. നമ്മുടെ ശരീരം കൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും പെരുമാറ്റങ്ങളും എല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവങ്ങളായി മാറുകയും, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചലനങ്ങളും, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഇടപെടലുകളും, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കടന്നുചെല്ലലുകളും, നമ്മുടെ ഓരോ സാമീപ്യങ്ങളും, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും, നമ്മുടെ ഓരോ നിമിഷങ്ങളും അപരജീവിതങ്ങൾക്ക് ദൈവത്തെ പകർന്നു കൊടുക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഇടപെടലുകളും അനുഭവങ്ങളുമായി മാറുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവങ്ങളായി മാറുന്ന അവസ്ഥ. അത് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു അവസ്ഥയായി മാറുന്നു. സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുകയും, സ്വാഭാവികമായി എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവാനുഭവത്തിൻ്റെ പ്രതിഫലനങ്ങളായി എൻ്റെ വാക്കുകളും പ്രവർത്തികളും പെരുമാറ്റങ്ങളും മാറുന്ന അവസ്ഥ. കൃത്രിമത്വങ്ങളില്ലാത്ത ക്രൈസ്തവ ജീവിതങ്ങളായി, കൃത്രിമത്വങ്ങളില്ലാത്ത സ്വാഭാവികമായി എൻ്റെ വാക്കുകളും പ്രവർത്തികളും പെരുമാറ്റങ്ങളും എല്ലാം വളരെ സ്വാഭാവികമായി തന്മയത്വത്തോടുകൂടി ഈശോയെ മഹത്വപ്പെടുത്തുന്ന, ഈശോയെ വെളിപ്പെടുത്തുന്ന, ഈശോയെ പകർന്നു കൊടുക്കുന്ന ജീവിതമായി മാറത്തക്ക വിധം നമ്മുടെ ജീവിതം പരിവർത്തന
പരിവർത്തനപ്പെടുകയാണ് വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളിൽ ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം, അതുകൊണ്ട് ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മുടെ ശരീരം കൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നമ്മുടെ വാക്കുകളും പ്രവർത്തികളും പെരുമാറ്റങ്ങളും നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ ഇടപെടലുകളും എല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായി മാറുന്ന ഒരവസ്ഥ. അത്രമാത്രം എൻ്റെ വ്യക്തിത്വം രൂപാന്തരപ്പെടുന്ന, അങ്ങനെ എൻ്റെ വ്യക്തിത്വം രൂപാന്തരപ്പെടത്തക്ക വിധം എൻ്റെ ആത്മാവ് നിരന്തരം പരിശുദ്ധാത്മാവുമായി ഐക്യപ്പെട്ടതായ, അഥവാ പരിശുദ്ധാത്മാവുമായി എനിക്ക് ആദ്യമായി ലഭിച്ച ആ ഐക്യത്തിൻ്റെ അനുഭവം, മാമുദീസായിൽ നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവുമായി ലഭിച്ച ആ ഐക്യത്തിൻ്റെ അനുഭവം ആഴപ്പെടുന്നത്, വളരുന്നത് ഓരോ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിലൂടെ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിലൂടെ. അങ്ങനെ ഓരോ ദിവസത്തെയും എൻ്റെ വിശുദ്ധ കുർബാന അർപ്പണം കൂടുതൽ വളർച്ചയുള്ള, കൂടുതൽ ഉയർച്ചയുള്ള, കൂടുതൽ പക്വതയുള്ള നല്ല ക്രൈസ്തവ ജീവിതങ്ങളാക്കി നമ്മെ മാറ്റിക്കൊണ്ട്, അങ്ങനെ അത്തരത്തിലുള്ള അപ്രതിരോധ്യമായ ഒരു ആന്തരിക അനുഭവം വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ സാക്ഷ്യജീവിതങ്ങളായി മാറുന്നത്. നമുക്കറിയാം, അപ്പസ്തോലന്മാർ ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം ഈശോയുടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്, ഇമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ഈശോ തന്നെ തൻ്റെ വിശുദ്ധ കുർബാന കൊടുക്കുന്ന സംഭവം നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. നമുക്കറിയാം, ആ സംഭവത്തെ മനോഹരമായി വിവരിച്ചുകൊണ്ട് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പ വിശുദ്ധ കുർബാനയെക്കുറിച്ച് മനോഹരമായ ഒരു അപ്പസ്തോലിക പ്രബോധനം എഴുതി. മാനെ നൊബിസ്കും ദോമിനെ, കർത്താവെ കൂടെ വസിച്ചാലും. ഈ എമ്മാവൂ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ആ അപ്പസ്തോലിക പ്രബോധനം എഴുതുന്നത്. ആ എമ്മാവൂ സംഭവത്തിൻ്റെ അവസാനത്തിൽ നാം കാണുന്നുണ്ട്, അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവർ കണ്ണ് തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു, പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. സ്നേഹമുള്ളവരെ, ഉദ്ധിതനായ ഈശോയുടെ ശാരീരിക സാന്നിധ്യം അവർക്കുണ്ടായിരുന്നത് അവർ അപ്പം ഈശോ മുറിച്ചു കൊടുത്തത് സ്വീകരിക്കുന്നത് വരെ. വിശുദ്ധ കുർബാനയിൽ ഈശോ അവർക്ക് ആത്മീയമായി സംലഭ്യമായതോടുകൂടി ഉദ്ധിതനായ മിശിഹായുടെ മഹത്വീകരിക്കപ്പെട്ടതെങ്കിലും ശാരീരികമായ സാന്നിധ്യം അവർക്കവിടെ അന്യമാവുകയും. ഓർക്കണം, ആ ഉദ്ധിതനായ മിശിഹായുടെ മഹത്വീകരിക്കപ്പെട്ട ശാരീരിക സാന്നിധ്യത്തിന് തത്തുല്യമായ ഒരു സാന്നിധ്യം തന്നെയാണ് ഈശോ അവർക്ക് മുറിച്ച് വിളമ്പിക്കൊടുത്ത ആ ജീവനേകുന്ന അപ്പത്തിലുള്ള സാന്നിധ്യം. ഇനി അവർ സ്വീകരിച്ച ആ വിശുദ്ധ കുർബാന അവരിൽ വരുത്തിയ പരിവർത്തനം നാം ഓർക്കണം. ജെറൂസലേമിൽ നിന്ന് വിദൂരതയിലേക്ക് പാഞ്ഞുകൊണ്ടിരുന്ന ആ ശിഷ്യന്മാരെ വീണ്ടും ജെറൂസലേമിലേക്ക് പറഞ്ഞയക്കുകയും ഈശോ ക്രൂശിക്കപ്പെട്ട, ഈശോ പീഡിപ്പിക്കപ്പെട്ട, ഈശോ ക്രൂശിക്കപ്പെട്ട അതേ തെരുവിലേക്ക് തിരിച്ചു പോകുവാൻ, അവിടെ തന്നെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ. ഈശോ പറഞ്ഞു, ജെറൂസലേമിൽ, യൂദയായിൽ, സമറിയായിൽ, ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളാകും.
ഈശോയുടെ ശിഷ്യൻ ആദ്യം സാക്ഷിയാകേണ്ടത് ജെറൂസലേമിലായതുകൊണ്ട് അതേ ജെറൂസലേമിലേക്ക്, അതേ നിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും സ്വകാര്യതകളിൽ നീ ഈശോയ്ക്ക് സാക്ഷിയായി മാറുകയും നിൻ്റെ ജീവിതം ഏറ്റവും അടുത്തറിയുന്നവൻ്റെ മുമ്പിൽ നീ ഈശോയ്ക്ക് സാക്ഷ്യമാവുകയും നിൻ്റെ ജീവിതത്തിൻ്റെ സമസ്തതയെ അടുത്ത് മനസ്സിലാക്കുന്ന, നിൻ്റെ ഉള്ളും പുറവും പോലും മനസ്സിലാക്കുന്ന നിൻ്റെ ഏറ്റവും അടുത്തുള്ളവരുടെ മുമ്പിൽ നീ ഈശോയ്ക്ക് സാക്ഷിയാവുകയും, സ്നേഹമുള്ളവരെ, വിജാതീയരുടെ മുമ്പിൽ അല്ലെങ്കിൽ വിദേശങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിക്കുന്നതിനപ്പുറത്ത് എൻ്റെ അയൽ വീടുകളിലെ അക്രൈസ്തവ ജീവിതങ്ങളോട് ഈശോയുടെ സാക്ഷ്യമായി മാറുവാൻ എനിക്ക് സാധിക്കുമോ? നമ്മുടെ ഏറ്റവും അടുത്തുള്ള, എൻ്റെ ജീവിതം അടുത്തറിയുന്നവരുടെ മുമ്പിൽ ഈശോയുടെ ക്രൂശിക്കപ്പെട്ടവൻ്റെ സാക്ഷിയായി മാറുവാൻ എൻ്റെ ജീവിതത്തിന് പര്യാപ്തതയുണ്ടോ? അത്തരത്തിലുള്ള ഒരു പര്യാപ്തതയിലേക്ക് ഈ ലോകത്തിൻ്റേതായ, ഈ ലോക ജീവിതത്തിൻ്റേതായ ഭൗതികവും ഭൗമികവുമായതായ കെട്ടുപാടുകളിൽ നിന്ന് പുറത്തു വരുന്ന, എനിക്ക് ജീവിതം ക്രിസ്തുവാണ് എന്നും എനിക്ക് മരണമാണ് നേട്ടമെന്നും ചിന്തിക്കുന്ന ശ്ലീഹായുടെ ഒരു മനോഭാവത്തിലേക്ക്, ആര് എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ ഈശോയെ പകർന്നു കൊടുക്കും, ഈശോയെ വെളിപ്പെടുത്തി കൊടുക്കും എന്ന ഒരു നിഷ്ഠയോടെയുള്ള ഒരു വീരോചിതമായ വിപ്ലവാത്മകമായ സാക്ഷ്യജീവിത അവസ്ഥയിലേക്ക് ഈശോ നമ്മെ ഓരോരുത്തരെയും നയിക്കുന്ന അനുഭവമാണ് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈശോ സ്വയം മുറിച്ച് നമുക്ക് പകർന്നു തരികയും ഈശോയുടെ മുറിവിലൂടെയാണ് നമുക്ക് വിശുദ്ധ കുർബാന ലഭിക്കുന്നത്. ഈശോയുടെ മുറിവിൻ്റെ ഫലമാണ് ഈ വിശുദ്ധ കുർബാന. ആ മുറിവുകൾ, മുറിപ്പെട്ട ഈശോയുടെ ശരീരം എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നത് അവനോടുകൂടെ അവന് വേണ്ടി മുറിയപ്പെടാൻ തന്നെയാണ്, അവനോട് ഐക്യപ്പെടാൻ വേണ്ടി അല്ലേ? ഈശോ വചനം പറയുക റോമാലേഖനം 6:3, അവനോട് ഐക്യപ്പെടാൻ വേണ്ടിയ ഞാൻ മാമോദീസ സ്വീകരിച്ചത്. അവനോട് ഐക്യപ്പെടാൻ വേണ്ടി മാമോദീസ സ്വീകരിച്ച നാം ഓരോരുത്തരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാൻ വേണ്ടി, അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാൻ വേണ്ടിയ നാം മാമോദീസ സ്വീകരിക്കുന്നത്. അവൻ്റെ ജീവനോടും അവൻ്റെ ജീവിതത്തോടും മാത്രമല്ല, അവൻ്റെ മരണത്തോടും ഐക്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ അവനെ മഹത്വപ്പെടുത്തുന്നത്, ഞാൻ അവനെ മഹത്വപ്പെടുത്തേണ്ടത്. എനിക്ക് തന്നെ മരിച്ചവനായി ഞാൻ മാറുമ്പോഴാണ് ഞാൻ അവനോട് ഐക്യപ്പെട്ട അവൻ്റെ മരണത്തോട് ഐക്യപ്പെടുന്നത്. കാരണം അവനോട് മരിച്ചപ്പോഴാണ് എനിക്ക് വിശുദ്ധ കുർബാന ലഭിച്ചത്. സ്നേഹമുള്ളവരെ, ഈയൊരു അനുഭവത്തിൻ്റെ ശ്രേഷ്ഠതയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹം അതാ. എൻ്റെ ജീവിതം കൊണ്ടും എൻ്റെ മരണം കൊണ്ടും ഞാൻ ഈശോയെ മഹത്വപ്പെടുത്തുന്ന, എന്ത് വില കൊടുത്തും എന്ത് വേദന സഹിച്ചും ഞാൻ എൻ്റെ ഈശോയെ മഹത്വപ്പെടുത്തുന്ന, എനിക്ക് എൻ്റെ ഉള്ളത്തിൽ അവൻ പകർന്നു തന്ന ആ വലിയ സ്വർഗീയമായ കൃപകൾ അതെൻ്റെ സ്വാർത്ഥതയുടെ ഉടമസ്ഥതയ്ക്കുള്ളതല്ല, എനിക്ക് ഒളിച്ചു വെക്കുവാനും മറച്ചു വെക്കുവാനുമുള്ളതല്ല, എനിക്ക് പങ്കുവെക്കുവാനും പകർന്നു കൊടുക്കുവാനുമുള്ളത്. അത് പങ്കുവെക്കുവാനും പകർന്നു കൊടുക്കുവാനും എന്നെ പ്രാപ്തമാക്കുന്നത് വിശുദ്ധ കുർബാനയുടെ ഈ കൃപയാണ്. ഓരോ ദിവസവും എൻ്റെ ഈശോയ്ക്ക് സാക്ഷിയാകുവാൻ എനിക്ക് സാധിക്കണമെങ്കിൽ ഈ വിശുദ്ധ കുർബാനയിലൂടെ ഓരോ ദിവസവും ഈശോയുടെ പരിശുദ്ധാത്മാവ് എൻ്റെ ശരീരത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ ആത്മാവിനോട് ഐക്യപ്പെട്ട് ഈ ആത്മീയമായ ആരാധനയുടെ അനുഭവം എൻ്റെ ആന്തരികതയിൽ സംഭവിച്ചുകൊണ്ട് എൻ്റെ ശരീരം കൊണ്ട് ഈശോയെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കണം. നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അത്തരത്തിൽ ഈശോയുടെ ആത്മാവ് എൻ്റെ ആത്മാവിനോട് ഐക്യപ്പെടുന്ന വേദിയായി നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം മാറത്തക്ക വിധം നമ്മുടെ ജീവിതത്തെ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. ആ സമർപ്പണം നടക്കുന്നത് വിശുദ്ധ കുർബാനയിൽ. അതുകൊണ്ട് ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട് ഈശോയെ സ്വീകരിച്ചുകൊണ്ട്
ഈശോയെ മഹത്വപ്പെടുത്തുന്ന ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറുവാൻ വേണ്ടതായ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈശോയുടെ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.